നിങ്ങൾ ഒരാളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുമ്പോൾ എല്ലാം ആദ്യം നിങ്ങളെക്കുറിച്ച് അയാളാണ് ചിന്തിച്ചത് എന്നാണ് അർത്ഥം. ഇന്നത്തെ നമ്മുടെ സംശയങ്ങൾ മാത്രമായിരിക്കും നാളെയെക്കുറിച്ചുള്ള നമ്മുടെ സാക്ഷാത്കാരത്തിൻ്റെ ഏക പരിധി. മോശം സുഹൃത്തുക്കൾ നിങ്ങളുടെ നിഴലുകളിൽ നിന്ന് വ്യത്യസ്തമല്ല. നിങ്ങളുടെ ഏറ്റവും തിളക്കമുള്ള സമയങ്ങളിൽ അവർ നിങ്ങൾക്ക് ചുറ്റും ചുറ്റിത്തിരിയുന്നു. എന്നാൽ നിങ്ങളുടെ ഇരുണ്ട സമയങ്ങളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. വിവരം ഉയരങ്ങളിലേക്കും വിനയം ഹൃദയങ്ങളിലേക്കും നമ്മെ വളർത്തും. ഇന്നലകൾ ഓർമ്മകളായി, നാളെകൾ പ്രതീക്ഷകളുമാണ്. ജീവിതമെന്നത് ഇന്നാണ്. വിജയിച്ചവരും പരാജയപ്പെടുന്നവരുമായ ആളുകൾ അവരുടെ കഴിവുകളിൽ വലിയ വ്യത്യാസമില്ല. അവരുടെ കഴിവിൽ എത്താനുള്ള ആഗ്രഹങ്ങളിൽ അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനം ലഭിക്കും. രണ്ടു വ്യക്തികൾക്ക് തമ്മിൽ ഒരിക്കലും പരസ്പരം തുല്യമായി സ്നേഹിക്കാൻ കഴിയില്ല. ഒരു വ്യക്തി തീർച്ചയായും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുകയും അയാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം നൽകുകയും ചെയ്യേണ്ടി വരുന്നു. ഇത്ര ചെറുതായി ചിന്തിക്കുന്നത് നമ്മൾ നിർത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഉന്മേഷഭരിതമായ ചലനത്തിനുള്ള പ്രപഞ്ചത്തിൻ്റെ അതിപ്രധാന ഭാഗമാണ്. ചെയ്യേണ്ടതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. ഞാൻ പോരാ എന്ന ചിന്തയേക്കാൾ എനിക്ക് പരിമിതികൾ ഉണ്ടാവാം എന്ന ചിന്തയാണ് വേണ്ടത്. നഖങ്ങൾ നീളത്തിൽ വളരുമ്പോൾ നമ്മൾ നഖമാണ് വെട്ടുന്നത്, വിരലുകൾ അല്ല. അതുപോലെ തെറ്റിദ്ധാരണ വളരുമ്പോൾ നിങ്ങളുടെ ഈഗോ ഉപേക്ഷിക്കുക. ബന്ധങ്ങൾ അല്ല ഉപേക്ഷിക്കേണ്ടത്. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് അത് പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. ആളുകൾ ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് നിങ്ങളെ ഓർക്കുന്നത് എന്നതിൽ വിഷമിക്കേണ്ട. ഇരുട്ടുള്ളപ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മെഴുകുതിരി പോലെയാണ് നിങ്ങൾ എന്നത് ഒരു അഭിമാനമായി കരുതുക. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാവും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. എന്നാൽ ചിലത് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കൂ. അവ പിന്തുടരുക. നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. തെറ്റായ സമയത്ത് ഒരു തെറ്റായ വാക്ക് എല്ലാം ഇല്ലാതെ ആക്കിയേക്കാം. അത് ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം, സൗഹൃദം, വർഷങ്ങളുടെ കഠിനാധ്വാനം, ചിലപ്പോൾ ജീവിതം തന്നെ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. നമ്മുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒരിക്കലും അത് മൂടി വയ്ക്കരുത്, തുറന്നു പറയണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. കാരണം അത് അവരുടെ മാത്രം അഭിപ്രായമാണ്, യാഥാർത്ഥ്യം ആകണമെന്നില്ല. ഇന്ന് ചെയ്യാവുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്യുക. അത് ഒരു കാരണവശാലും നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കാതിരിക്കുക. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ. പക്ഷേ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരികെ നൽകുന്നു. നമ്മളെ വിമർശിച്ചവരെക്കൊണ്ട് കൈയടിപ്പിക്കുന്നതാണ് യഥാർത്ഥ മറുപടി. ആ കൈയടിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താങ്ക് യു എന്ന് പറയുന്നതാണ് മെച്യൂരിറ്റി. പ്രണയത്തെപ്പോലെ സൗഹൃദത്തിലും വേണ്ടത് വിശ്വാസമാണ്. സൗഹൃദത്തിൽ വിശ്വാസമുണ്ടായാൽ അത് പ്രണയത്തിനും മേലെയുള്ള വികാരം. ഒരു സ്ത്രീ അവരുടെ യഥാർത്ഥ പ്രായം മറച്ചു വയ്ക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത യുവതിയോ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട പ്രായമായവരോ ആയിരിക്കും. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തിയത് പറഞ്ഞു നടക്കുക എന്നതുമാണ്. ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീട് ഒരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല.
പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്. എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും ആവില്ല. നെഗറ്റീവ് വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കുക. ഓരോ പരിഹാരത്തിനും അവർ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. എല്ലാ നിഷേധാത്മക കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മറ്റൊരാളുടെയും പ്രേരണ കൂടാതെ സ്വയം അകന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ജീവിതം ജീവിക്കാനുള്ളതാണ്, മറ്റുള്ളവരെ ദ്രോഹിച്ചല്ല, മറിച്ച് നന്മകൾ ചെയ്ത്. ഒരാളെയും ഇല്ലാതാക്കാൻ ആരും നമുക്ക് അധികാരം തന്നിട്ടില്ല. ഏറ്റവും ദുർഘടങ്ങളായ പ്രതിസന്ധികളിൽ പോലും ശാന്തമായി പ്രതികരിക്കാൻ നാം ശ്രമിക്കണം. പഠനങ്ങൾ പറയുന്നത് കരച്ചിൽ നിങ്ങളുടെ വിഷാദവും സങ്കടവും കുറയ്ക്കുകയും നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കരച്ചിലിനെ ഒരിക്കലും പിടിച്ചു നിർത്തരുത്. നിങ്ങൾ ഒരാളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുമ്പോൾ എല്ലാം ആദ്യം നിങ്ങളെക്കുറിച്ച് അയാളാണ് ചിന്തിച്ചത് എന്നാണ് അർത്ഥം. എല്ലാം നിങ്ങൾക്ക് എതിരാണെന്ന് തോന്നുമ്പോൾ ഓർക്കുക, വിമാനം കാറ്റിന് എതിരെയാണ് പറന്നുയരുന്നത്, അതിനൊപ്പം അല്ല. വലിയ മനസ്സുകൾ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ശരാശരി മനസ്സുകൾ സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ചെറിയ മനസ്സുകൾ ആളുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പരാജയം എന്ന വാക്ക് നേതാക്കൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. അവർ പരാജയങ്ങളെ പഠനാനുഭവങ്ങളായി കാണുന്നു. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും അതിന് വില കൊടുക്കില്ല. നിങ്ങളുടെ സമയവും കഴിവുകളും നഷ്ടപ്പെടുത്തുന്നത് നിർത്തുക. അതിനെ കൺട്രോൾ ചെയ്യൂ. മഹത്തായ ജോലി ചെയ്യാനുള്ള ഒരേയൊരു മാർഗം നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ്. നിങ്ങൾ ഇതുവരെ അത് കണ്ടെത്തിയില്ലെങ്കിൽ തിരയുന്നത് തുടരുക. ഡോണ്ട് സ്റ്റോപ്പ്. പണത്തേക്കാൾ പ്രധാനമാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല. വിജയത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന 2 കാര്യങ്ങളാണ് ക്ഷമയും കഠിനാധ്വാനവും. പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും. എല്ലാ പ്രഭാതത്തിലും പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. ഓരോ പ്രതീക്ഷയും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ജീവിതം നൽകുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് മനോഹരമായ പ്രഭാതം നേരുന്നു. ഒരു മടുപ്പും കൂടാതെ മണിക്കൂറുകളോളം ആരുടെയെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങൾ ആയിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. പണം ആണ് സ്നേഹം. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ബന്ധങ്ങളും സൗഹൃദങ്ങളും, എന്തിനേറെ രക്തബന്ധങ്ങൾ പോലും. ചേർന്ന് നിൽക്കാൻ ആളുണ്ടായിട്ട് കാര്യമില്ല, ചേർന്നു പോകുന്ന മനസ്സ് വേണം. അല്ലെങ്കിൽ എത്ര നടന്നാലും ഒറ്റയ്ക്ക് നടന്നതുപോലെ ആകും. തിരിച്ച് കിട്ടില്ല എന്നറിഞ്ഞിട്ടും, നീണ്ടു നിൽക്കില്ല എന്നറിഞ്ഞിട്ടും, പറ്റിക്കപ്പെടുവാണെന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതകരമാക്കുന്നത്. പലപ്പോഴും തനിക്ക് ആകർഷണം തോന്നുന്ന പെൺകുട്ടികളോട് പുരുഷന്മാർ കൂടുതൽ സൗമ്യമായും എളിമയോടെയും പെരുമാറുന്നു. എന്നാൽ പഠനങ്ങൾ അനുസരിച്ച് അങ്ങനെ പെരുമാറുന്ന പുരുഷന്മാരെ പെൺകുട്ടികൾ തന്നെ സൗഹൃദ മേഖലയിലേക്കാണ് പരിഗണിക്കുന്നത്. പ്രതിസന്ധികൾ ആവശ്യമാണ്. അത് ഉണ്ടാകുമ്പോൾ ആണ് പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിലെത്തുന്നതും. ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും ചില ബന്ധങ്ങൾ അതിര് കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. ഒരിക്കലും ഒന്നിനും അടിമയാകാതിരിക്കുക. നമ്മൾ നമ്മളല്ലാതാകുന്നത് വലുതിനെയും അന്ധമായി പിന്തുടരുമ്പോഴാണ്. വിജയം നേടാൻ ശ്രമിക്കുക. അസൂയയെ മാറ്റി നിർത്തുക. അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. വിഡ്ഢിയാക്കപ്പെടുകയാണെന്നറിഞ്ഞിട്ടും വിഡ്ഢിയായി ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. എത്ര പറ്റിക്കപ്പെട്ടാലും പറ്റിച്ചേർന്നു നിൽക്കുന്ന മനുഷ്യർ. ചില സമയങ്ങളിൽ വിഡ്ഢി എന്നതിന് സ്നേഹം എന്നുകൂടി അർത്ഥമുണ്ട്. തിരിച്ച് കിട്ടില്ല എന്നറിഞ്ഞിട്ടും, നീണ്ടു നിൽക്കില്ല എന്നറിഞ്ഞിട്ടും, പറ്റിക്കപ്പെടുവാണെന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ്
സ്നേഹമെന്ന വാക്കിനെ അത്ഭുതമാക്കുന്നത്.